بسم الله الرحمن الرحيم. حميم والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون وإنه في أم الكتاب لدينا لعلي حكيم أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين وكم أرسلنا من نبي في الأولين وما يأتيهم من نبي إلا كانوا به يستهزئون فأهلكنا أشد منهم بطشا ومضى مثل الأولين ولئن سألتهم من خلق السماوات والأرض ليقولن خلقهن العزيز العليم الذي جعل لكم الأرض مهدا وجعل لكم فيها سبلا لعلكم تهتدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1724 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഹ്റഫിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون وإنه في أم الكتاب لدينا لعلي حكيم أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين وكم أرسلنا من نبي في الأولين وما يأتيهم من نبي إلا كانوا به يستهزئون فأهلكنا أشد منهم بطشا ومضى مثل الأولين ولئن سألتهم من خلق السماوات والأرض ليقولن خلقهن العزيز العليم الذي جعل لكم الأرض مهدا وجعل لكم فيها سبلا لعلكم تهتدون صدق الله العلي العظيم. സൂറത്ത് സുഖ്റുഫിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള ചോദ്യോത്തര വേളയാണ്. അപ്പോ ചില ചോദ്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ചാറ്റ് ബോക്സിലായിട്ട് കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ലൈവായിട്ട് ചോദിക്കാനും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും അവസരം കണ്ടെത്താവുന്നതാണ്. അപ്പോ ഈ സൂറത്തിന്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് അല്ല കൂടുതലും ഉള്ളത്. മൗലികമായ നിലപാടുകളും അതുപോലെ താത്വികമായ മനസ്സിലാക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഏതായാലും ഈ ചോദ്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയും ആവശ്യത്തിന്റെ തോതും അളവും ഒക്കെ അനുസരിച്ച് അതിനോടുള്ള പ്രതികരണം നടത്തുകയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം, ഭൂമി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രഹമാണ്. അതിനെ ജീവിതത്തിന് അനുകൂലമായി മാറാൻ വലിയ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. അല്ലാഹു അല്ലല്ലോ വലിയ ഹൈവേകളും
റെയിൽവേകളും വിമാന സഞ്ചാരവും തയ്യാറാക്കിയത്, ചികിത്സ, ജലവിതരണം, വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും അല്ലാഹു അല്ല ഉണ്ടാക്കിയത് എന്നാണ്. ഇത് ചില ആയത്തുകളുടെ വിശദീകരണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണിത്. അപ്പോ ഭൂമി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രഹമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥത്തിൽ അത് ഭൂമിയിൽ ജീവിക്കാൻ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്ന് റീവേർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് പരിചയമുള്ള ഗോളങ്ങളിൽ, ഈ പ്രപഞ്ച സംവിധാനത്തിലെ നമുക്ക് പരിചയമുള്ള ഗോളങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും കംഫർട്ടബിൾ ആയിട്ട് മനുഷ്യന് വസിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഇതിനകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഗോളം ഭൂമി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ കാലാവസ്ഥാ ക്രമീകരണം, അതുപോലെയുള്ള ജലലഭ്യത, വായു ലഭ്യത, അതിന്റെ താപനില തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ഫാക്ടേഴ്സ്, മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉള്ളത് ഭൂമി തന്നെയാണ് എന്നാണ് ഇതിനകം ഉള്ള ശാസ്ത്രീയ പഠനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്നത്. അതിലൊന്നും നമുക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. നമ്മള് ഈ ഭൂമിയിലാണ് ജീവിതം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു പല ഗോളങ്ങളെയും ചേർത്ത് വെച്ച് ഭൂമിയുടെ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ഭൂമി വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അതിന്റെ പ്രതലവും അതിന്റെ വായുമണ്ഡലവും അതിന്റെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ പ്രത്യേകതകൾ, അതില് വിളകളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭൂമിയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയത്. അതിന്റെ അർത്ഥം ഡേ 1 മുതൽ ഭൂമിയിലെല്ലാം നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരുന്നു എന്നതല്ല. പക്ഷെ വലിയൊരു സാധ്യത ഭൂമിയുടെ സംവിധാനത്തിൽ മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രമേണയായി മനുഷ്യൻ ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ മനുഷ്യന് സാധിച്ചത് അതിന് പറ്റുന്ന വിധത്തിലാണ് ഭൂമി ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നത് എന്നതുകൊണ്ടാണ്. അതിൽ സംശയമൊന്നുമില്ല. അതല്ലെങ്കിൽ മറ്റു ഗോളങ്ങളെ നമ്മൾ അങ്ങനെ അതിന് പാകപ്പെടുത്തിയെടുക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമായിരുന്നു ഇതിനകം. മനുഷ്യോൽപത്തി മുതൽ ഇതുവരെയുള്ള കാലത്തിനിടക്ക് മനുഷ്യന് വളരെ പരീക്ഷണാത്മകമായ ചില നിമിഷങ്ങളോ ചില നാളുകളോ ഒക്കെ ഈ മറ്റ് ഗോളങ്ങളിൽ തങ്ങാൻ സാധിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അതിന് വലിയ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് മനുഷ്യനെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യന് അവന്റെ വാസത്തിന് യോജിച്ച വിധത്തിൽ മറ്റു ഗോളങ്ങൾ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോ മനുഷ്യന്റെ എഫേർട്ട് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി കൂടുതൽ വാസയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി വന്നിട്ടില്ല എന്നൊരു അഭിപ്രായം ഞാൻ ഏതായാലും പ്രകടിപ്പിച്ചിട്ടില്ല. ഖുർആൻ അങ്ങനെ ഒരു ആശയം പറയുന്നില്ല. മറിച്ച് ഭൂമിയെ മനുഷ്യന് വസിക്കാൻ പറ്റിയ അടിസ്ഥാന സാധ്യതകളുള്ള ഒരു ഗോളമാക്കി രൂപകൽപ്പന ചെയ്തു എന്നതാണ് ഒരു വശമെങ്കിൽ, അതിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ബുദ്ധിപരവും ശാരീരികവും പ്രകൃതിപരവും ഒക്കെയായ സജ്ജീകരണങ്ങൾ മനുഷ്യന് അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് ഒരു മറുവശം. അപ്പോ മനുഷ്യനും അള്ളാഹുവും ഒരു സംഘട്ടനത്തിൽ ഏർപ്പെട്ട് മത്സരത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രം അല്ല യഥാർത്ഥത്തിൽ ഖുർആൻ വരച്ച് കാണിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും അള്ളാഹു തന്നെയാണ്. അപ്പോ പ്രപഞ്ചത്തിൽ മനുഷ്യന് വസിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിധത്തിലുള്ള ഒരു ഗോളം ആയിട്ട് ഭൂമിയെ അവൻ ആസൂത്രണം ചെയ്തു. അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ബുദ്ധിയും കഴിവും ഒക്കെ മനുഷ്യന് നൽകപ്പെടുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഭൂമുഖത്ത് മനുഷ്യർ മാത്രമാണ് ഒരു നാഗരികത ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. വേറെ ജീവജാലങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ആലോചിച്ചൂടെ,
എത്ര ജീവജാലങ്ങൾ ഇവിടെ, പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അവരാരും മനുഷ്യനെ പോലെ ഇവിടെ ഒരു ജീവിത സാഹചര്യം രൂപപ്പെടുത്തിയെടുത്ത് വലിയൊരു നാഗരികത ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതിന്റെ കാരണം സൃഷ്ടിപ്പിൽ തന്നെ അവക്ക് അങ്ങനെയുള്ള കഴിവുകളോ പ്രത്യേകതകളോ നൽകപ്പെട്ടിട്ടില്ല എന്നതും, അവരെ സൃഷ്ടിച്ചത് തന്നെ വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നതുമാണ് അത് നൽകുന്ന സൂചന. അപ്പൊ മനുഷ്യന് ഈ കഴിവുകള് നൽകപ്പെട്ടത് കൊണ്ടാണ് ഈ വിധത്തില് വാസയോഗ്യമാക്കി ഇവിടെ റോഡുകൾ ഉണ്ടാക്കാൻ, അതുപോലെ സഞ്ചാരപാതകൾ ഉണ്ടാക്കാൻ, കടലിലും കരയിലും ആകാശത്തിലും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യാൻ, അതുപോലെ ജലവിതരണം, ചികിത്സ, വാർത്താവിനിമയ സൗകര്യങ്ങൾ പോലെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിച്ചത് ആ വിധത്തില് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഇത് രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിപരതയുടെ ഭാഗമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് മനുഷ്യൻ അള്ളാഹുവിനോട് മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യനോട് മത്സരിക്കുകയാണ് എന്ന വിധത്തില് അതിനെ സമീപിക്കുമ്പോൾ അതിലൊരു മൗലികമായ പ്രശ്നമുണ്ട്. മനുഷ്യൻ അങ്ങനെ സ്വതന്ത്രനല്ല. മനുഷ്യൻ ഇവിടെ പിറവിയെടുക്കുന്ന സമയത്ത് തന്നെ അവന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സ്വന്തം നിലയ്ക്ക് ഒരു ബേബിഹുഡില് അല്ലെങ്കിൽ ഇൻഫൻസിയില് മനുഷ്യന് സ്വന്തം നിലയ്ക്ക് സാധിക്കുമായിരുന്നില്ലല്ലോ. അതൊക്കെ അവന് ആർജിച്ചു വരുന്ന, അവന് തനിച്ചങ്ങ് വിട്ടിരുന്നെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോ ഒരു കുഞ്ഞിന് അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന വിധത്തില് ആ കുഞ്ഞിന്റെ ശരീരഘടനയെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് അത്തരം ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് പോകുന്നത്. അത് ദൈവം ചെയ്തതാണ്, പിന്നീട് ബുദ്ധി സ്വയം വളർത്തിയെടുത്തതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. ചെറുപ്രായത്തിൽ മനുഷ്യന് ശ്വസിക്കാൻ സാധിച്ചത് ആ മനുഷ്യ ശിശുവിന്റെ കഴിവുകൊണ്ടല്ല, അവന് വിസർജിക്കാൻ സാധിച്ചത് അവന്റെ കഴിവുകൊണ്ടല്ല, സ്വന്തമായിട്ട് അവനുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം കൊണ്ടല്ല. ഇതേപോലെ തന്നെയാണ് പിന്നീട് അവന്റെ ബുദ്ധിയുടെ സാധ്യതകളൊക്കെയും തന്നെ. അതൊക്കെ ബുദ്ധി ഉള്ളത് കൊണ്ട്, ബുദ്ധി നൽകപ്പെട്ടത് കൊണ്ട് സാധിച്ചതാണ്. ഇതെങ്ങനെ മനസ്സിലാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാലോചിക്കുന്നുണ്ടാവും ഒരുപക്ഷെ. മനുഷ്യർക്കിടയിൽ തന്നെ ഭയങ്കര വ്യത്യാസമുള്ള ആളുകളില്ലേ? അത് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് ബുദ്ധിപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ എവിടെയും പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നൊന്നുമല്ലല്ലോ. ജന്മപരമായിട്ട് പടച്ച തമ്പുരാൻ തന്ന കഴിവുകളാണ്. എന്നെക്കാളും അതിസമർത്ഥന്മാരായ ആളുകൾ ഭൂമുഖത്ത് ധാരാളല്ലേ. അവർക്ക് അവരുടേതായ കഴിവുകള് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോ മനുഷ്യന് അമാനത്തായിട്ട് നൽകപ്പെട്ട കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭൂമുഖത്തെ മനുഷ്യവാസം സാധ്യമാക്കിയത്, അത് കൂടുതൽ സൗകര്യപ്രദമാക്കിയതൊക്കെ. ഇപ്പൊ അത്യുഷ്ണത്തില് ഞെരിപിരി കൊള്ളുന്ന മനുഷ്യര് ആ ചൂടിനെ, ആ സൂര്യതാപത്തിനെ കൈകാര്യം ചെയ്യാന് പടച്ച തമ്പുരാൻ കൊടുത്ത ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ടാണ് പല സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ നമുക്കിന്ന് എയർ കണ്ടീഷനിങ് സംവിധാനമുണ്ട്, അതുപോലെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മനുഷ്യന് അതിന് പറ്റിയ ബുദ്ധി ഉള്ളത് കൊണ്ട്, അതുപോലെ അതിനു പറ്റിയ ശരീരപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട്, കൈവിരലുകൾ ഉള്ളത് കൊണ്ടൊക്കെയാണ്. ഇത് വേറെ ജീവജാലങ്ങൾ ചെയ്യുന്നില്ല എന്നതാണ് അതിനുള്ള തെളിവ്. അപ്പൊ മനുഷ്യന് അങ്ങനെയുള്ള ബുദ്ധിയും കഴിവും ഒക്കെ നൽകിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കുകയും ജീവിതം ഭൂമുഖത്ത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തു എന്നതാണ് വസ്തുത. അതില് തീർത്തും ആകസ്മികമായി എല്ലാം ഉണ്ടായതാണ് എന്ന് സങ്കല്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെ നിഷേധിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു വസ്തുത ആയിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടും. അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യർ തയ്യാറാക്കിയ ഈ സൗകര്യങ്ങളില്ലാതെ മുസ്ലിങ്ങൾക്ക് പോലും ഇന്ന് ജീവിക്കാൻ കഴിയുകയില്ല. മുസ്ലിങ്ങൾ പോലും ഇന്ന് ജീവിക്കുന്നില്ല. മനുഷ്യർ നിർമ്മിച്ച ഈ സൗകര്യങ്ങൾ അനുഭവിക്കുകയും അതിന്റെ ക്രെഡിറ്റ് മുഴുവനും അള്ളാഹുവിന് നൽകുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ നിവൃത്തികേടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ നിവൃത്തികേടല്ലേ എന്ന് ചോദിച്ചാൽ നിവൃത്തികേടാണോ അല്ലേ എന്നുള്ളത് നിങ്ങളുടെ തിരിച്ചറിവ് അനുസരിച്ച് തീരുമാനിച്ചോളൂ. അതിൽ ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷെ
ഇത് ഈ സൗകര്യങ്ങൾ അനുഭവിക്കുകയും അതിന്റെ ക്രെഡിറ്റ് മുഴുവനും അള്ളാഹുവിന് നൽകുകയും ചെയ്യുന്നു എന്നത്, അതിൽ അപാകത എന്താണ് എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. മനുഷ്യന്റെ കഴിവുകളൊന്നും തന്നെ അവൻ ആർജിച്ചതല്ല, സ്വന്തമായിട്ട് നേടിയെടുത്തതൊന്നുമല്ല. ഒരു ജന്മന അന്ധതയുള്ള ഒരാളാണെങ്കിൽ അയാളുടെ അന്ധത അയാള് മാറ്റി എന്താണ് കാഴ്ചശേഷി അയാൾ ആർജിക്കുന്നില്ലല്ലോ. നമ്മളങ്ങനെ ഒരു സംഗതി കാണുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് മനുഷ്യൻ ആർജിച്ചതല്ല ഇതൊന്നും. ജന്മപരമായി തന്നെ അവന് ലഭ്യമാക്കപ്പെട്ട കഴിവുകളാണ്. ഈ ലഭ്യമാക്കിയതിന് ഒരു അതിനൊരു ഇനീഷ്യേറ്റർ ആയിട്ട് ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതില് ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ചിന്താപരമായ അപര്യാപ്തതയോ വൈകല്യമോ ഒന്നും കാണാൻ കഴിയില്ല. മനുഷ്യർ നിർമ്മിച്ച ഈ സൗകര്യങ്ങൾ അനുഭവിക്കുകയും അതിന്റെ ക്രെഡിറ്റ് അള്ളാഹുവിന് നൽകുകയും ചെയ്യുന്നു എന്നത്, മനുഷ്യന് ഇത് സാധിക്കുമ്പോ ഇത് സാധിക്കാത്ത കുറെ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്. മനുഷ്യൻ അത് സാധിക്കുന്നത് മനുഷ്യൻ ആ വക കഴിവുകൾ അള്ളാഹു നൽകിയത് കൊണ്ടാണ്. മറ്റൊന്ന്, ഇത് ഭൂമിയിൽ സാധിക്കുന്നു എന്നത് നമ്മൾ കാണുന്നു. ഇത് സാധിക്കാത്ത ഒരുപാട് ഗോളങ്ങൾ ഈ പ്രപഞ്ച സംവിധാനത്തിലുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോൾ ഭൂമിയിൽ ഇത്തരം സാധ്യതകൾ അള്ളാഹു ഒരുക്കി വെച്ചത് കൊണ്ടാണ് നമുക്കത് സാധിച്ചത് എന്നത് തിരിച്ചറിയാൻ കഴിയും. അതിന് യാതൊരു പ്രയാസമില്ല. അപ്പോ ഇതിന്റെ ആസൂത്രകനായ പടച്ച തമ്പുരാനെ തിരിച്ചറിയുകയും അവന് വിധേയപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സമീപനം. അത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം. മറിച്ച് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പടച്ചവൻ ഒരു ഭാഗത്ത് മനുഷ്യൻ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തുമായിട്ട് നിലകൊള്ളുന്ന അവസ്ഥയല്ല ഉള്ളത് എന്നതാണ് വസ്തുത. അപ്പോ ഇത് ഇസ്ലാമിന്റെ നിവൃത്തികേടല്ല, ഇസ്ലാമിന്റെ മഹത്വവും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യബോധവുമാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് നിലപാടോ അല്ലെങ്കിൽ വീക്ഷണമോ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിനെ കുറിച്ച് ഒരു വിശദീകരണം നിങ്ങൾ കൊണ്ടുവരും. എന്താണ് ജീവിതം എന്നത്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്നത്, മനുഷ്യന്റെ ജീവിത ധർമ്മം എന്താണ് എന്നത്, മനുഷ്യന്റെ മരണശേഷം എന്തുണ്ടാകാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത നൽകുന്ന, ഇസ്ലാമിന് ബദലായി ഇസ്ലാമിന് തള്ളിക്കളയാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിത ദർശനം നിങ്ങൾ അവതരിപ്പിക്കും. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് മാറ്റുരച്ചു നോക്കാം. അതാണ് അക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഇസ്ലാം വളരെ സമഗ്രമായ ഒരു ജീവിത ദർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് സ്വീകാര്യമാവാത്തവർക്ക് മറിച്ച് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത ദർശനം അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അവരത് ചെയ്യട്ടെ. അങ്ങനെ ഒരു അവസരമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഏതാണ്, ആ ജീവിത ദർശനത്തെ നമുക്ക് മാറ്റുരയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ അതിന് അവസരം ഒരുക്കുകയും ചെയ്യാം. അപ്പോ അടുത്ത ചോദ്യം, 1400 വർഷം മുമ്പ് നിലനിന്നിരുന്ന സാഹചര്യം അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം. ഇന്ന് മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രകൃതിയെ വരുതിയിലാക്കി, അതുകൊണ്ട് നാം എല്ലാം നേരെ ചൊവ്വയെ ജീവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 1400 വർഷം മുമ്പ് നിലനിന്നിരുന്ന സാഹചര്യം അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മനുഷ്യനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അവന്റെ അവസ്ഥയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആ പറയുന്ന കാലത്തെ പരിഗണിച്ചുകൊണ്ടേ പറയാൻ കഴിയുള്ളൂ. ആ പറയുന്ന കാലത്തിന്റെ പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറയുക. പക്ഷെ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും പ്രപഞ്ച സംവിധാനങ്ങളുടെ തുടക്കം മുതൽ അതിന്റെ ഒടുക്കവും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന, അറിയുന്ന ഒരു ജ്ഞാനിയാണ് പകർന്നു തന്നത് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് സങ്കല്പിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല വിശുദ്ധ ഖുർആനിലുള്ളത്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പുള്ള കാര്യങ്ങൾ
മനുഷ്യന്റെ ഉത്ഭവത്തിന് ശേഷം അതിനെ തുടർന്നുള്ള പല ചരിത്രഘട്ടങ്ങളിലൂടെ കടന്നുപോയ കാലങ്ങളെ കുറിച്ച് അറിയുന്ന, അതുപോലെ മനുഷ്യന്റെ ഭൂമുഖത്തെ വാസത്തിനെ തുടർന്ന് വരാനിരിക്കുന്ന സംഗതികള്, ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരു അലീമായ ഒരുവൻ മാത്രമേ ഈ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. 1400 വർഷങ്ങളുടെ മുമ്പ് ലോകത്ത് നിലനിന്നിരുന്ന സാഹചര്യത്തെ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പരിമിതപ്പെടുന്നതല്ല വിശുദ്ധ ഖുർആന്റെ പ്രപഞ്ച വീക്ഷണം. അത് അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രപഞ്ച വീക്ഷണമാണ് പങ്കുവെക്കുന്നത് എന്നത് കാര്യങ്ങള് വിലയിരുത്തിയാൽ ബോധ്യപ്പെടും. അതാണ് വിശുദ്ധ ഖുർആനെ ഇതര മനുഷ്യരചനകളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യന് ചിന്താപരമായ ജ്ഞാനപരമായ പരിമിതിയുണ്ട്. ആ ജ്ഞാനപരമായ ചിന്താപരമായ പരിമിതി വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. അതേ സമയത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഇതാണ് അതിന്റെ ദൈവികതയുടെ അടിത്തറ. അപ്പോ അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പല ആയത്തുകളും ചർച്ച ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്തിട്ടുള്ളതും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതുമാണ്. മറ്റൊരു ചോദ്യം, മരണാനന്തര ജീവിതം ഈ പേടിപ്പീരിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈക്കോളജിക്കൽ സമീപനം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചാണ് മനുഷ്യരെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മതത്തിൽ നിർത്തിയിരിക്കുന്നത് എന്നതാണ്. മരണാനന്തര ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതിൽ യാതൊരു സംശയവുമില്ല. മരണാനന്തര ജീവിതം മനുഷ്യന്റെ ജന്മപൂർവ്വ ജീവിതം ഉണ്ടായിരുന്നത് പോലെ തന്നെ മരണശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ട്. അത് ഈ പേടിപ്പീരിന്റെ അവിഭാജ്യ ഘടകം എന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷെ അത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് സ്വാഭാവികമായിട്ടും മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ മനഃശാസ്ത്രം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്. അതിലൊരു അധമമായ എന്തെങ്കിലും അല്ലെങ്കിൽ അതില് നിഗൂഢമായ എന്തോ ഒരു താല്പര്യം നേടിയെടുക്കുന്ന ഒരു അജണ്ട ഉണ്ടെങ്കിൽ അതിനാണ് സാധാരണഗതിയിൽ മനുഷ്യര് അതിലൊരു സൈക്കോളജിക്കൽ സമീപനം ഉണ്ട് എന്ന് പറയുന്നത്. അത് കുട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രേരിപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന പോലെ മനുഷ്യനെ അങ്ങനെ ചില വിരട്ടലൊക്കെ നടത്തി അല്ലെങ്കിൽ പ്രലോഭനം നടത്തി അങ്ങനെ വരുതിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത്, വേറെ എന്തൊക്കെയാണ് വേണ്ടത് എന്നതാണല്ലോ അതിന്റെ താല്പര്യം. അപ്പൊ എന്നിട്ട് നമ്മുടെ ചില ഹിഡൻ ഇൻട്രസ്റ്റുകൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പേടിപ്പിക്കലും പ്രലോഭിപ്പിക്കലും ഒക്കെ ചെയ്യുകയാണ് എന്ന പോലെയാണ് ഇതിന്റെ സമീപനം. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്, എന്താണ് അതിന്റെ താല്പര്യം എന്നുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത ദർശനം, അതിൽ ഈ ഭയപ്പെടുത്തലും പ്രലോഭിപ്പിക്കലും ഒക്കെ ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. അതല്ലാത്ത യാഥാർത്ഥ്യാധിഷ്ഠിതമായിട്ടുള്ള വേറെ എന്ത് ജീവിത ദർശനമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്നത് ആലോചിക്കും. എന്നിട്ട് പറയൂ, നിങ്ങൾ എന്ത് ജീവിത ദർശനം മുന്നോട്ട് വെക്കുന്നു, അത് എന്ത് ലക്ഷ്യമിടുന്നു, അതിന്റെ താല്പര്യം എന്ത്, അത് ഏതർത്ഥത്തിലാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ളത് എന്നത് നിങ്ങൾ അത് സംബന്ധമായിട്ട് നിങ്ങളുടെ ആശയം മുന്നോട്ട് വെച്ചോളൂ. അത്രേ അതിൽ പറയാൻ പറ്റുള്ളൂ. മനുഷ്യനെ ഒരു യാഥാർത്ഥ്യാധിഷ്ഠിതമായിട്ട് ചില സംഗതികളിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നത് അത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. മനഃശാസ്ത്രപരമായ സമീപനം ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അതിനെന്താ കുഴപ്പം? അതാണ് യാഥാർത്ഥ്യമെങ്കിൽ, അതാണ് വേണ്ടത് ഉള്ളത് എങ്കിൽ അത് തന്നെയാണ് ശരി. അതിൽ യാതൊരു കുഴപ്പവും തകരാറൊന്നും കാണാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യാധിഷ്ഠിതമല്ല, പറ്റിപ്പീരാണ്, കളിപ്പീരാണ്, അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കുകയാണ് എന്നതാണെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും ആ നിലക്ക് കാണേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയാണോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം. ഇതല്ല എന്താണ് ജീവിതം എന്ന് നിങ്ങൾ പറ, എന്നിട്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. അടുത്ത ചോദ്യം, ഇങ്ങനെയുള്ള കുതിരയെ ദൈവം
മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ചിരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നത് ഇസ്ലാമിന് ക്ഷീണമാകില്ലേ എന്നാണ്. ഈ ചിരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ മനസ്സിലെ മൗഢ്യം കാരണമായിട്ടുള്ള ചിരി മാത്രമാണ്. എല്ലാ ചിരിയും ബുദ്ധിപൂർവകമായ ചിരികളല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലര് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഗഹനതയും ആഴവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഊർജിക്കും. വേറെ ചിലര് കാര്യങ്ങൾ ഒട്ടും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒട്ടും ഫാക്ച്വലായ അടിത്തറയിലല്ലാതെ വെറുതെ ചിരിക്കുകയും ചെയ്യും. അത് രണ്ടും ചിരി തന്നെയാണ്. ഓരോരുത്തരുടെയും കഴിവും സാധ്യതയും ഒക്കെ അനുസരിച്ചാണ് ചിരി ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കുതിരയെ കുറിച്ച് ദൈവം ഇതിൽ നമ്മൾ ചർച്ചയിലോ ആയത്തുകളിലോ വന്ന പരാമർശത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യനായിട്ട് അള്ളാഹു അവന്റെ സഞ്ചാര ആവശ്യത്തിന് വേണ്ടി ചില മൃഗങ്ങളെ കീഴ്പ്പെടുത്തി തന്ന കാര്യം സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടുത്തെ വിഷയം. അപ്പോ അള്ളാഹു അല്ലാതെ നമ്മള് എന്ത് പേര് വിളിച്ചോളൂ, ദൈവമെന്നോ ആണ്ടവരെന്നോ അല്ലെങ്കിൽ എക്സെന്നോ എന്തെങ്കിലും ഒരു പേര് വിളിച്ചാലും പ്രപഞ്ചങ്ങളുടെ ആസൂത്രകനായ ആ ദൈവമല്ലാതെ ആരാണ് കുതിരയെ ഈ വിധത്തിൽ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത്? നിങ്ങൾ പറ. നിങ്ങളാണോ ഒരു കുതിരക്ക് അതിൻ്റെതായ പ്രകൃതം കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഒരു സിംഹത്തെ പിടിച്ചൊന്ന് കുതിരയുടെ സ്വഭാവമുള്ളതാക്കി മാറ്റൂ. അത് നിങ്ങളാണ് ചെയ്തതെങ്കിൽ. ഒരു പൂച്ചയെ നിങ്ങൾ കുതിരയുടെ സ്വഭാവമുള്ളതാക്കി മാറ്റൂ. എന്നിട്ട് അതിനെ വാഹനമായിട്ടൊന്ന് ഉപയോഗപ്പെടുത്തൂ. അത് നിങ്ങളാണ് ചെയ്തതെങ്കിൽ. അല്ലല്ലോ, ഇവിടെ ഓൾറെഡി ഉള്ളതല്ലേ. പൂച്ചക്ക് പൂച്ചയുടെ പ്രകൃതം, കുതിരക്ക് കുതിരയുടെ പ്രകൃതം. ഇതൊക്കെ ആരാണോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അവനാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അവനാണല്ലോ അത് ചെയ്തിട്ടുള്ളത്, നിങ്ങളല്ലല്ലോ. നിങ്ങളാണ് ചെയ്തതെങ്കിൽ വേണമെങ്കിൽ ഒരു പട്ടിയെ നിങ്ങൾക്ക് കുതിരയാക്കി മാറ്റാം, കുതിരയുടെ രീതിയിൽ പ്രയോജനപ്പെടുത്താം. അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടല്ലോ. നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോ കുതിരയെ കീഴ്പ്പെടുത്തി തന്നു എന്നത് നിങ്ങൾക്ക് ചിരി പടർത്തുന്ന ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾ സ്വന്തം നിലക്കാണ് കുതിരയെ അതിന്റെ സ്വഭാവത്തിൽ രൂപകൽപ്പന ചെയ്തത് എങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഏത് ജീവിയെയും അതുപോലെ രൂപകൽപ്പന ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കും. അവകാശവാദങ്ങൾ ചിരിപ്പിക്കുന്ന തരത്തില്, ഞാൻ ചിരിയെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ചിരി രണ്ടു തരമുണ്ട്. ബുദ്ധിയുള്ള ചിരിയുണ്ട്, ബുദ്ധിയില്ലാത്ത ചിരിയുണ്ട്. ഇത് എനിക്ക് സ്വയം പരിഹാസ്യനാവുന്ന വിധത്തിലുള്ള ഒരു ചിരിയായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അപ്പോ ഏത് വാഹനമായാലും, അത് മോട്ടോർ വെഹിക്കിൾ ആയാലും അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ വാഹനമായി ഉപയോഗപ്പെടുത്തുന്നതായാലും, അത് നമുക്ക് പ്രയോജനകരമായി മാറിയിട്ടുള്ളത് നമുക്കത് പടച്ചതമ്പുരാൻ കീഴ്പ്പെടുത്തി തന്നത് കൊണ്ട് മാത്രമാണ്. അത് മൃഗങ്ങളുടെ കൂട്ടത്തിലെ നമ്മൾ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന കുതിര, കഴുത പോലെയുള്ളതായാലും, അല്ലെങ്കിൽ നമ്മൾ രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും, ഇതൊക്കെയും തന്നെ അത് നമുക്ക് വിധേയപ്പെടുത്തി തരുമ്പോഴാണ് അത് രണ്ട് കാരണങ്ങളുമുണ്ട്. ആ ഉപകരണം അല്ലെങ്കിൽ ആ വാഹനം ആ നിലക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടത് ഒരു കാരണമാണ്. നമുക്ക് നമ്മളുടെ ശരീരപ്രകൃതി വെച്ചുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു 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 പ്രകൃതമുണ്ട് എന്നതാണ് മറ്റൊരു കാരണം. ഇത് രണ്ടും ചേരുമ്പോഴേ അത് ഫലപ്രദമാവുള്ളൂ. അതുകൊണ്ടാണ് സർക്കസ് ആനിമൽസിൽ ചിലത് വാഹനം ഓടിക്കുന്നതൊക്കെ നമ്മൾ കാണുക എന്നുള്ളൊരു കൗതുകമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ, മൃഗങ്ങളൊന്നും ഈ വാഹനങ്ങളൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. ഇപ്പൊ AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് പലതും അങ്ങനെ വീഡിയോ ഉണ്ടാക്കാനൊക്കെ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോ മനുഷ്യന് അതിനു പറ്റിയൊരു പ്രകൃതം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ വാഹനമായിട്ട് പ്രയോജനപ്പെടുത്തപ്പെടുന്ന മൃഗങ്ങൾക്ക് അങ്ങനെയുള്ള സാധ്യതകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സാധിച്ചത്. ഇതൊന്നും സ്വാഭാവികമായി അങ്ങനെ പ്രകൃതിയിൽ പടച്ചതമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നതല്ലാതെ മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു സാധ്യത സ്വയം ആർജിച്ചെടുത്ത ഒരു കാര്യമല്ല. അത് സാധിക്കുന്ന ഒരു രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ മനുഷ്യന്റെ കൂട്ടത്തില് മരം കയറുന്നവരുണ്ട്, കയറാത്തവരുണ്ട്. മരം കയറിയാൽ പുടവന്ന് വീണു പോകുന്ന ആളുകളാണല്ലോ പലരും. അവരുടെ കൂട്ടത്തില് ചിലര് അതിസമർത്ഥന്മാരായിട്ട് മരത്തിൽ കയറി വളരെ ഉയർന്ന ഹൈറ്റിലേക്കൊക്കെ എത്തുന്ന സ്കില്ലുള്ള ആളുകളാണ്.
അപ്പൊ ഈ സ്കില്ല് മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമായിട്ട് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിമിതമായിട്ടുള്ളവരുണ്ട്, കൂടുതലുള്ളവരുണ്ട്, പ്രയോജനപ്പെടുത്താൻ. അപ്പൊ ഇത് സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഒരു പോത്തിനോടോ എരുമയോടോ മരത്തിൽ കയറിയിട്ട് തെങ്ങിൽ കയറിയിട്ട് നാളികേരം വീഴ്ത്താൻ വേണ്ടി നമുക്ക് ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം അതിനെ സൃഷ്ടിപ്പിന്റെ പ്രകൃതത്തിൽ തന്നെ അതിനുള്ള സാധ്യത ആ വിധത്തിൽ വെച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സാധിക്കാത്തത്. അപ്പൊ ഇത് മനസ്സിലാക്കിയാണ് അതിൽ വേണ്ടിയിരിക്കുന്നത്. മറ്റൊരു ചോദ്യം, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എസിയും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഹീറ്ററും ഉണ്ടാക്കാൻ മനുഷ്യരെ സഹായിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ. ഇതിനൊക്കെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവന്റെ സംഘത്തിൽ ചേർന്ന് അറബി സാമ്രാജ്യത്വത്തെ സഹായിക്കുക എന്നതാണ്. ഇയാള് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആള് കുറെ കാലമായിട്ട് അറബി സാമ്രാജ്യത്വത്തിനെതിരിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണ് ഈ അറബി സാമ്രാജ്യത്വം ഉള്ളത്? ചത്തൊടുങ്ങി കിടക്കണ ഒരു സമൂഹമാണ് അറബി സാമ്രാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത്. ഇന്ന് എന്തെങ്കിലും ഒരു കരുത്തും ശക്തിയൊക്കെ കാണിക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. അമേരിക്കയെ മുട്ടുകുത്തിച്ച് ലോകത്തിന്റെ തന്നെ വലിയ ഹീറോ റോളിലേക്ക് എത്തിയിരിക്കുന്നത് ഇറാനാണ്. ഇറാൻ പേർഷ്യക്കാരാണ്, പേർഷ്യൻ സംസാരിക്കുന്ന ആളുകളാണ്, അറബികളല്ല. അപ്പൊ അറബി സാമ്രാജ്യത്തിന് വിധേയപ്പെടുത്തി നിർത്തുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ സംസ്കാരത്തിന്റെയോ ഭാഷയുടെയോ ആളുകളാവുമല്ലോ. എവിടെങ്കിലൊക്കെ ഒരു പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ ഇങ്ങനെ എയറിൽ നിൽക്കില്ലല്ലോ ചെയ്യുക. ഒരു ജീവിക്കുന്ന സമൂഹത്തിലേക്കല്ലേ ഇറങ്ങി വരിക. ആ ജീവിക്കുന്ന സമൂഹത്തോടല്ലേ അയാള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കൂലേ അവിടെയുള്ള ആളുകൾ? ഒരു സംസ്കാരം ഉണ്ടാവില്ലേ? അത് ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാർ ഇവിടെയുള്ള ആളുകളുടെ ഭാഷ സംസാരിക്കുന്ന ആ സംസ്കാരവുമായിട്ടല്ലേ അവര് ഇടപഴകിയത്. സ്വാഭാവികമായിട്ട് അറബ് നാട്ടിൽ പ്രവാചകൻ വന്നാൽ അവിടുത്തേതാണ് ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഈ വംശീയ വിദ്വേഷം ഉണ്ടാക്കി ആളിക്കത്തിച്ച് കൊണ്ടുവരുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അറബി സംസാരിക്കുന്നവര് ആയിരുന്നല്ലോ നേരത്തെയും. ഖുർആൻ അവതരിക്കുന്നതിന്റെയും അവസാന പ്രവാചകൻ വരുന്നതിന്റെയും മുമ്പ് അവര് എന്നിട്ട് ഈ സാമ്രാജ്യത്വ താല്പര്യവുമായിട്ട് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അങ്ങനെ ആയിരുന്നില്ലല്ലോ. ദൈവിക പ്രവാചകൻ ആ ദൗത്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി രംഗത്ത് വന്നപ്പോഴാണ് ലോകത്ത് ഖുർആന്റെ ഭാഷ പ്രചരിക്കുന്നതും അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നതും ഒക്കെ തന്നെ. അത് അറബ് ദേശീയതയും അറബ് സാമ്രാജ്യത്വ മോഹവും ഒക്കെയാണ് എന്ന് പറയുന്നത് ആ ചോദ്യം ഉന്നയിക്കുന്ന ആളുടെ മനസ്സിലെ ഒരു തരം എന്താ പറയുക, ഒരു വക്രതയോ അല്ലെങ്കിൽ സത്യസന്ധതയില്ലായ്മയോ ഒക്കെ കാരണമായിട്ടാണ് അത് പറയുന്നത്. ആർക്കെതിരിലാണ് ഇതുപോലെയുള്ള ആരോപണം ഉന്നയിക്കാൻ കഴിയാതിരിക്കുക? ഏത് തന്റെ ഇടം കാണിക്കുന്ന ആളെയും നമുക്കിങ്ങനെ പറയാം ആ ഭാഷയിലേക്ക് അതിന്റെ ആളുകളുടെ സംസ്കാരം അല്ലെങ്കിൽ അതിന്റെ സാമ്രാജ്യത്വ മോഹം എന്നൊക്കെ പറഞ്ഞൂടെ? സാമ്രാജ്യത്വ മോഹം കാണിക്കുന്നത് ഒരു ദുഷ്ട ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെയാണോ അല്ല എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനതതികൾക്കും വഴി കാണിക്കാൻ, സന്മാർഗം കാണിക്കാൻ വേണ്ടിയാണ് ഒരു പ്രവാചകനും അനുയായികളും പ്രയത്നിച്ചതെങ്കിൽ അതിനെ ഇങ്ങനെ നോക്കിക്കാണുക എന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ AC രൂപപ്പെടുത്തി, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ AC ഉണ്ടാക്കി, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എയർ കണ്ടീഷണർ ഹീറ്റർ രൂപകൽപ്പന ചെയ്തു. ഇതൊക്കെ സ്വന്തം നിലക്കങ്ങ് ചെയ്തതാണോ? മനുഷ്യന് അതിനുള്ള ആശയം ഉണ്ടായി, അത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടി, അതിനു വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഭൂമിയിൽ ലഭ്യമായി. അതുകൊണ്ടൊക്കെയല്ലേ അത് സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതില് കൃത്യമായ ദൈവിക ആസൂത്രണം ഉണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം. മനുഷ്യന് അതിലൊരു പങ്കും വഹിച്ചിട്ടില്ല എന്നുള്ളതല്ല. മനുഷ്യന് ചില പങ്കൊക്കെ വഹിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് ഉണ്ടായി വരണം എന്നാണ് പടച്ചവൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിലും അങ്ങനെ പറഞ്ഞൂടെ? ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി പിറവിയെടുത്ത് ജീവിതം തുടങ്ങുന്നത് മനുഷ്യനൊരു പങ്കുമില്ലാത്ത വിധത്തിലാണോ? അച്ഛനും അമ്മയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ തുടർന്നല്ലേ അങ്ങനെ
എന്താണ് അതിന്റെ അർത്ഥം അച്ഛനും അമ്മയുമാണ് ആ കുഞ്ഞിനെ ഉണ്ടാക്കിയത് എന്നാണ്? അച്ഛനും അമ്മയ്ക്ക് എത്രത്തോളം അതിൽ പങ്കുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് ശരിയാണ്. അങ്ങനെ ഒരു പ്രക്രിയയാണ് അതിന് അള്ളാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അത്രയേ ഉള്ളൂ അത്. അല്ലാതെ ഇത് ഇതില് മനുഷ്യനൊരു പങ്കുമില്ലാതെ ഉണ്ടാകുന്നു എന്ന അവകാശവാദമൊന്നും ഖുർആൻ നടത്തുന്നില്ല. മനുഷ്യന് ഇത് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ മനുഷ്യന് ആ വിധത്തില് അത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നടക്കണം എന്ന വിധത്തില് അള്ളാഹു ആസൂത്രണം ചെയ്തത് കൊണ്ടാണ്. ആ ആസൂത്രണം ചെയ്ത കാര്യം മനുഷ്യനല്ല ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല പ്രജനനം തന്റെ വംശത്തിന്റെ വർധനവുണ്ടാവേണ്ടത് താൻ ഇച്ഛിക്കുന്ന ഒരു പാറ്റേണിലൂടെയാണ് എന്നത് ഏതെങ്കിലും മനുഷ്യന് പറയാൻ പറ്റുന്നുണ്ടോ? ജന്മപരമായി അയാൾക്ക് കാണാൻ കഴിഞ്ഞ ശരീരാവയവങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് പ്രജനന പ്രക്രിയക്ക് സാഹചര്യം ഒരുങ്ങുന്നത്. അതെല്ലാവർക്കും അറിയുന്നല്ലേ. ഇതില് പ്രജനനത്തിന് വേണ്ട അവയവങ്ങള് നമ്മൾ സ്വയം ഉണ്ടാക്കുകയായിരുന്നു, അതോ ഇവിടെ ഉണ്ടായിരുന്നതാണോ? നമുക്ക് തന്നെ ജന്മനാ ഉള്ള അവയവങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണോ ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് മനുഷ്യന്റെ അല്പത്വം, ചിന്താശൂന്യത ഒക്കെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഖുർആൻ ലക്ഷ്യമിടുന്നത്. മനുഷ്യൻ നിഷേധിയായിട്ട് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ അനർഹരായ പലരെയും ദിവ്യത്വമുള്ളവരായി പരിഗണിച്ചുകൊണ്ട് അവയെ ആരാധിക്കുന്നതിന് അവന് യാതൊരു ആലോചനയും വേണ്ടതില്ലല്ലോ. ഒരാലോചനയില്ലാതെ, ഒരർഹതയില്ലാത്തതിനെ പൂജിക്കാൻ ഒരു പക്ഷേ ഈ ചോദ്യം ഉന്നയിച്ച ആള് പോലും പലപ്പോഴും മുതിർന്നിട്ടുണ്ടാവും. ദൈവമാണ് എന്നത് ബോധ്യപ്പെടുന്ന യാതൊരു അടയാളവും ലക്ഷണവും ഇല്ലാതെ തന്നെ, അതിനുള്ള യാതൊരു പിൻബലവും ഇല്ലാതെ തന്നെ, ഒരു അർഹതയും ഇല്ലാത്ത കല്ലിനെയും ലോഹത്തിനെയും ഒക്കെ ആരാധിക്കാൻ ഈ ചോദ്യം ഉന്നയിച്ച ആളും മുതിർന്നുണ്ടാവും ചിലപ്പോ. എനിക്കറിയില്ല, അള്ളാഹു ആല. ഉണ്ടാവാം, സാധ്യതയുണ്ട്. കാരണം എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അവയാണ് ദിവ്യത്വമുള്ളത്, ദൈവിക ശക്തിയുള്ളത് എന്നത് അവർക്ക് മനസ്സിലായിട്ടല്ലല്ലോ. ഒരിക്കലും മനസ്സിലാകാൻ കഴിയാത്ത, ഒരിക്കലും യാഥാർത്ഥ്യമാവുകയില്ലാത്ത ഒരു സംഗതിയാണ് അവര് ഉൾക്കൊണ്ടുകൊണ്ട് അവര് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇതൊക്കെ മനുഷ്യന്റെ നേട്ടമാണ് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യന് ചില പങ്കൊക്കെ ഇതിലെല്ലാറ്റിലും ഉണ്ട്. അതുള്ള വിധത്തിലാണ് ഈ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ മാത്രമല്ല, ദൈവികമായി ഈ സാഹചര്യങ്ങൾ അങ്ങനെ ഒരുക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് മനുഷ്യന് ആ പ്രക്രിയയിൽ പങ്കാളിയാവാൻ സാധിച്ചതും ഇത്തരം ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതും ഒക്കെ തന്നെ. അപ്പൊ അതിന്റെയൊക്കെ ഗൂഢലക്ഷ്യം ഈ അറബി സാമ്രാജ്യത്വത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതില് അയാൾ ഉദ്ദേശപൂർവ്വം, ഈ ചോദ്യം ഉന്നയിച്ച ആള് ഉദ്ദേശ്യപൂർവ്വം ചില കാര്യങ്ങള് അങ്ങനെ ക്രമേണയായിട്ട് അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതില് ഒരു വംശീയ വിദ്വേഷത്തിന്റെ ചില വിത്തുകള് ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. സൃഷ്ടി സിദ്ധാന്തം നിലനിൽക്കുന്നതല്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് പ്രപഞ്ചം സൃഷ്ടിക്ക് അതീതമാണ്. പരിവർത്തനം സംഭവിക്കാം. സൃഷ്ടിക്കലോ നശിപ്പിക്കലോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു സൃഷ്ടികർത്താവാണ് എന്ന വാദം ശരിയല്ല, നന്ദിയും വേണ്ട. അപ്പൊ ഇതാണ് അദ്ദേഹം പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും കൺസർവേഷൻ ഓഫ് മാസും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടി എന്നൊരു സാധ്യതയില്ല, സൃഷ്ടിപ്പ് എന്നൊരു സാധ്യതയില്ല, പരിവർത്തനം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഒരു മാറ്ററിനെ എനർജിയാക്കി പരിവർത്തിപ്പിക്കാം, ഒരു എനർജിയെ മാറ്ററാക്കിയും പരിവർത്തിപ്പിക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷെ ഒരിക്കലും തന്നെ ഒരു ഉത്ഭവം കാര്യങ്ങൾക്ക് നൽകുന്ന വിധത്തിലുള്ള ഒരു പ്രക്രിയ ഉണ്ടായിട്ടില്ല എന്ന്. ഇത് ശാസ്ത്രീയമായ ഒരു നിഗമനമല്ല. ശാസ്ത്രലോകത്ത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമാവുന്ന ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ള എത്രയോ ആളുകളുണ്ട്, എത്രയോ സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ലോ ഓഫ് കൺസർവേഷൻ മാസിലും നിങ്ങൾ ഈ പറയുന്ന വിഷയം വരുന്നില്ല. ഇത് ഐൻസ്റ്റൈൻ ആണെന്ന് തോന്നുന്നു ഈ കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഐൻസ്റ്റൈൻ വളരെ വ്യക്തമായിട്ടും ഒരു ദൈവവിശ്വാസിയായിരുന്നു. അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ പോലും ഉൾക്കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇസ്രായേലിന്റെ
സംസ്ഥാപനം ഉണ്ടായപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിന് കൂട്ടാക്കാതിരുന്ന ഒരു മനുഷ്യനാണ്. അത്രയും വിശാലമായിട്ട് കാര്യങ്ങളെ കാണാൻ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്ന ആളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും യഹൂദമത പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന ആളാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു ഏതെങ്കിലും മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല എന്നാണ് എന്റെ ധാരണ. അപ്പോ അദ്ദേഹം പോലും ഈ ഒറിജിനൽ ഇനീഷിയേഷൻ എന്ന സംഗതിയെ നിഷേധിക്കുന്ന ആളല്ല. ഇത് നിങ്ങളുടെ മനോവിലാസത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ സംഗതികൾ. അപ്പോ ഒരിക്കലും സൃഷ്ടികർമ്മം എന്നൊന്നില്ല. ഉണ്ടായിരുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനം ചെയ്യുക എന്നുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ എന്നത് നിങ്ങളുടെ ആ ശാസ്ത്ര തത്വത്തിന്റെ വികലമായ ഒരു മനസ്സിലാക്കലാണ് എന്നാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ സൃഷ്ടികർത്താവാണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അതിന് നന്ദിയും കാണിക്കേണ്ടതില്ല. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തീരുമാനിക്കാം. പ്രപഞ്ചനാഥനായ ഒരു റബ്ബിനെ കണ്ടെത്തേണ്ടതുണ്ടോ, അവനോട് കൃതജ്ഞത കാണിക്കണോ വേണ്ടേ, അത് നിങ്ങളുടെ അവസരം നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ അടുത്ത ചോദ്യം, ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കൈകാര്യം ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഫിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.